കേരളത്തിലെ കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കെ സുധാകരൻ കണ്ണൂരിലും കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലും മത്സരിക്കുമോ എന്നതിലും ഇന്ന് ധാരണയായിരിക്കും. മാർച്ച് ആദ്യവാരത്തോടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി അന്തിമ പ്രഖ്യാപനവും നടത്തിയ ശേഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുന്നത്. സിറ്റിംഗ് എംപിമാർ എല്ലാം മത്സരിക്കുമെന്നായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനം. എന്നാൽ മാവേലിക്കര അടക്കം മണ്ഡലങ്ങളിൽ മറ്റു പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ജയസാധ്യത, സർവേ റിപ്പോർട്ട് എന്നിവ കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കം. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വം അറിയിക്കും. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ എത്തുമോ എന്നതിലും ഇന്ന് ധാരണയായേക്കും. കെ.സി. വേണുഗോപാൽ ഇല്ലെങ്കിൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഇക്കാര്യത്തിൽ വേഗത്തിൽ വ്യക്തത വേണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടും. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കണമെന്നുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും ആവശ്യവും അറിയിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്ന പട്ടിക ഹൈക്കമാൻഡിന് നൽകി മാർച്ച് ആദ്യവാരത്തോടെ പ്രഖ്യാപനം നടത്താനാണ് ശ്രമം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരി, വിശ്വനാഥ കഥം, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.